ട്രേഡിങ്ങിൽ നമുക്ക് പണം നഷ്ടപ്പെട്ടേക്കാം. പണം നഷ്ടപ്പെടാൻ കാരണം നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ്. ഒരു മനുഷ്യന് ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ നിലനിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് നമ്മൾ ട്രേഡിംഗ് സ്ക്രീനിന് മുന്നിൽ ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. നമ്മൾ എടുത്ത ട്രേഡ് നമുക്ക് വിപരീതമായാണ് പോകുന്നതെങ്കിൽ ഇത് നമ്മുടെ കൺട്രോൾ തന്നെ നഷ്ടപ്പെടാനും ഭയത്തിനും കാരണമാകുന്നു. എന്നാൽ നമ്മുടെ പ്ലാനിലേക്ക് തന്നെ മാർക്കറ്റ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. എന്നാൽ വീണ്ടും മാർക്കറ്റ് എതിർ ദിശയിലേക്ക് നീങ്ങുമ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഭയം ദേഷ്യമായി മാറുന്നു. നമുക്ക് വന്ന നഷ്ടം അംഗീകരിക്കാൻ തയ്യാറാവില്ല. തുടർന്ന് നടക്കുന്നത് ട്രേഡിംഗ് ആയിരിക്കില്ല, ഫൈറ്റിംഗ് ആയിരിക്കും. നമുക്ക് നഷ്ടപ്പെട്ട പണം ഏത് വിധേനയും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാകും പിന്നീടുള്ള നമ്മുടെ ട്രേഡിംഗ്. നഷ്ടപ്പെട്ട പണം ഏത് വിധേനയും തിരിച്ചു പിടിക്കണമെന്ന വാശിയിൽ നമ്മൾ പുതിയ ട്രേഡ്സിലേക്ക് എൻട്രി ചെയ്യുന്നു. എന്നാൽ വീണ്ടും മാർക്കറ്റ് നമുക്ക് എതിരായി പോവുകയും നമ്മുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ തന്നെ കംപ്ലീറ്റ് ആയി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ നമുക്ക് പണം നഷ്ടപ്പെടാൻ കാരണമായത് നമ്മുടെ ഒരു സിംഗിൾ ബാഡ് ട്രേഡ് അല്ല, മറിച്ച് നമ്മുടെ ഒരു സിംഗിൾ ബാഡ് ഇമോഷൻ ആണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഇമോഷൻസ് കൺട്രോളിങ്ങിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നഷ്ടങ്ങൾക്ക് കാരണം നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിരിക്കില്ല. ട്രേഡ് ചെയ്യാനിരിക്കുന്ന നമ്മുടെ ഇമോഷൻ ആയിരിക്കും നമ്മുടെ നഷ്ടങ്ങൾക്ക് കാരണം. ഒട്ടുമിക്ക ആളുകളും ട്രേഡിംഗിലേക്ക് വരുന്നത് തെറ്റായ ചിന്താഗതിയുമായിട്ടാണ്. അവർ കരുതുന്നത് ട്രേഡിങ്ങിൽ വിജയിക്കാൻ നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടായാൽ മതി എന്നാണ്. അതുമല്ലെങ്കിൽ വിജയ സാധ്യതയുള്ള നല്ലൊരു ഇൻഡിക്കേറ്റർ കണ്ടെത്തുക. ഇത് കണ്ടെത്താനായി അവർ ഒരുപക്ഷെ വർഷങ്ങൾ പഠിച്ചേക്കാം. നല്ലൊരു കോഴ്സിന് ചേരുകയോ അല്ലെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയോ അതുമല്ലെങ്കിൽ ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ കാണുകയോ ചെയ്തുകൊണ്ട് ഒരു മികച്ച ട്രേഡിംഗ് സ്ട്രാറ്റജിക്ക് വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നു. എന്നാൽ ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും ട്രേഡിങ്ങിൽ പണം നഷ്ടപ്പെടുന്നു. ഇതിന് കാരണം അവരുടെ ഉള്ളിൽ നിന്നുള്ള അവരുടെ ഇമോഷൻ കൺട്രോൾ ഇല്ലായ്മയാണ്. ട്രേഡിങ്ങിനോടുള്ള അവരുടെ ചിന്താഗതിയാണ്. ടോം ഹോഗാർഡ് എന്ന ഓഥർ തൻ്റെ ജീവിതകാലം മുഴുവൻ പഠനം നടത്തിയത് ട്രേഡിംഗ് സൈക്കോളജിയെ കുറിച്ചാണ്. അദ്ദേഹം കണ്ടെത്തിയ ചില കാര്യങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മാർക്കറ്റിൽ വിജയിക്കുന്നവർ ഏറ്റവും സ്മാർട്ടായ ആളുകളല്ല, മറിച്ച് മാർക്കറ്റിൽ വിജയിക്കുന്നത് ഏറ്റവും അച്ചടക്കമുള്ള ആളുകളാണ്. നമ്മുടെ ഇൻ്റലിജൻസ് ഇവിടെ അത്ര പ്രസക്തമല്ല. ഇമോഷൻ കൺട്രോളാണ് ഇവിടെ പ്രാധാന്യം. മാർക്കറ്റിലെ പണം ഇമോഷണലായി ട്രേഡ് ചെയ്യുന്ന ആളുകളിൽ നിന്നും ഡിസിപ്ലിനായി ട്രേഡ് ചെയ്യുന്ന ആളുകളിലേക്ക് മാറുന്നു. മാർക്കറ്റിൽ പണം നഷ്ടപ്പെടാൻ വിവിധ കാരണങ്ങളായിരിക്കും. ഒരു കാരണം ചിലപ്പോൾ ഓവർ ട്രേഡ് ആയിരിക്കാം. അതല്ലെങ്കിൽ പ്രതീക്ഷയില്ലാതെ നഷ്ടം വരുന്ന ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യുന്നത് മൂലമായിരിക്കാം. ഇതൊന്നുമല്ലെങ്കിൽ ഒരു വിന്നിംഗ് ട്രേഡിൽ നിന്നും നമ്മൾ ചെറിയൊരു പ്രോഫിറ്റിൽ നേരത്തെ തന്നെ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കാം. ഇവിടെയെല്ലാം പണം ഇമോഷണൽ ട്രേഡേഴ്സിൽ നിന്നും ഡിസിപ്ലിൻ ട്രേഡേഴ്സിലേക്ക് പണം മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ട്രേഡിംഗ് എന്തുകൊണ്ടാണ് ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും തന്നെ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ സർവൈവ് ചെയ്യുന്ന രീതിയിലല്ല നമ്മുടെ ബ്രെയിൻ. പുരാതന കാലത്ത് വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ആളുകൾ തൻ്റെ ബ്രെയിൻ ഉപയോഗിച്ചു. ഒരു വന്യമൃഗത്തെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യണം. ഒന്നെങ്കിൽ ഫൈറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള മറ്റെന്തെങ്കിലും വഴി നോക്കണം. ഇവിടെ അവർക്ക് ഒരിക്കലും തന്നെ കാമായി അനാലിസിസ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. വളരെ പെട്ടെന്നുള്ള തീരുമാനങ്ങളാണ് അവരെ ജീവിച്ചിരിക്കുന്നവരായി മാറ്റുന്നത്. ഇവിടെ അവരുടെ ബ്രെയിൻ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയും എന്ത് വില കൊടുത്തും വേദനയിൽ നിന്നും രക്ഷിക്കാൻ അവരുടെ ബ്രെയിൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. എന്നാൽ ഈ ഒരു രീതിയിൽ നമ്മൾ മാർക്കറ്റിനെ സമീപിക്കുകയാണെങ്കിൽ ഈ ഒരു ചിന്താഗതി നമ്മുടെ അക്കൗണ്ടിനെ തന്നെ നശിപ്പിക്കും. ട്രേഡിങ്ങിൽ നമുക്ക് ഭയം വരുന്ന സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത് വ്യത്യസ്തമായാണ്. നമുക്ക് വാശി വരുന്ന സമയത്ത് നമ്മൾ ആ വാശിയെ കൺട്രോൾ ചെയ്യണം. നമുക്കൊരു ലോസ് വന്നാൽ ആ ലോസിനെ നമ്മൾ അംഗീകരിക്കണം. യഥാർത്ഥത്തിൽ നമ്മുടെ തീരുമാനങ്ങൾക്കെതിരായി സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ബ്രെയിൻ നമ്മളെ രക്ഷപ്പെടാനായി ഹെൽപ്പ് ചെയ്യുന്നു. എന്നാൽ ട്രേഡിങ്ങിൽ ഈ ഒരു ചിന്താഗതി നമുക്ക് അപകടകരമായേക്കാം. ഒരുപക്ഷെ നഷ്ടത്തിലേക്ക് പോകുന്ന ട്രേഡ് ആയിരിക്കും നമുക്ക് ഹോൾഡ് ചെയ്യാൻ തോന്നുന്നത്. ഒരുപക്ഷെ പ്രോഫിറ്റിലേക്ക് പോകുന്ന ട്രേഡിൽ നിന്ന് നമ്മൾ നേരത്തെ എക്സിറ്റ് ചെയ്തേക്കാം. അതുമല്ലെങ്കിൽ നഷ്ടം വന്നത് അംഗീകരിക്കാതെ റിവഞ്ച് ട്രേഡിങ്ങിലേക്ക് നമ്മൾ പോയേക്കാം. ഇതൊന്നും ഒരിക്കലും തന്നെ നമ്മുടെ സ്ട്രാറ്റജിയുടെ പ്രശ്നമല്ല. ഇതൊരു ജീവശാസ്ത്രപരമായ പ്രശ്നമാണ്. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ഒരു തെറ്റ് നമ്മൾ ട്രേഡിങ്ങിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തേക്കാം.